ഈ ഓണത്തിന് ഒരു ഓണത്തല്ല് കാണണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ ആഗ്രഹമുള്ളവര് കുറച്ചു നേരത്തേക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ ലൈവ് ഒന്ന് പോയിരുന്ന് കാണുക. അധികം വൈകാതെ അവിടെ ഒരു അടി പൊട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിലും ഓണപരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരന്മാരായിട്ട് അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ ടൈം എടുത്ത് ഒരുങ്ങാനായിട്ട് നമ്മുടെ ശൈത്യയൊക്കെ മണിക്കൂറുകളോളം എടുത്ത്. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് മൊമെന്റ് അനൗൺസ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ ഓണപരിപാടിയിലേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് 7 പേരടങ്ങുന്ന 3 ടീമുകളായിട്ട് നിങ്ങൾ ഡിവൈഡ് ആയി ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 7 പേരടങ്ങുന്ന 3 ടീമുകളാവുന്നു. ഓരോ ടീമിനും ബിഗ് ബോസ് ഓരോ പേരിട്ട് കൊടുക്കുന്നു. തെക്കേടത്ത്, മൂത്തേടത്ത്, വടക്കേടത്ത്, ഇങ്ങനെ 3 ടീമാക്കുന്നു. അതിൽ തെക്കേടത്തിനകത്ത് ജിസൈൽ, ആര്യൻ, റെണ, അക്ബർ, ബിന്നി, ശൈത്യ. പിന്നെ മറ്റേ 2 ടീം വടക്കേടത്ത്, മൂത്തേടത്ത്, അത് കറക്റ്റ് ഏതൊക്കെ ടീമിന് ഏത് പേരാണെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഒരു ടീമിൽ ഷാനവാസ്, നൂറ, ആതിര, ലക്ഷ്മി ഇങ്ങനെയാണ്. മറ്റേ ടീമിൽ അനീഷ്, അനുമോള്, പിന്നെ നമ്മുടെ നെവിന്, പിന്നെ ജിഷിൻ, ഇവരൊക്കെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ 3 ടീമുകളായി മാറുന്നു. അത്തപ്പൂക്കളം മത്സരം രാവിലെ അത്രേ ഉള്ളൂ. ബിഗ് ബോസ് പറയുന്നു എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകൂ, അവിടെ പൂക്കൾ റെഡിയാണ്, എല്ലാവരും എടുത്ത് പൂവൊക്കെ ഇട്ട് തുടങ്ങിക്കോ, അല്ലെങ്കിൽ പൂക്കളം ഇട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഗംഭീര പൂക്കള മത്സരം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് നല്ലൊരു ഓണത്തൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു പണിയും കൊടുക്കുന്നുണ്ട്. ഒരു 7ന്റെ പണിയല്ല, ഒരു 6ന്റെ പണി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ടീമിൽ നിന്ന് തന്നെ ഓരോ വിധികർത്താക്കളെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടീമിൽ നിന്ന് നമ്മുടെ അനീഷാണ് വിധികർത്താവ്. പിന്നെ ഷാനവാസിന്റെ ഒക്കെ ടീമിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ രേണു ചേച്ചിയാണ്. പിന്നെ ജിസൈൽ, ആര്യൻ, അവരുടെ ടീമിൽ നിന്ന് ശൈത്യയാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് വിധികർത്താക്കള്. ഇവരുടെ 3ന്റെയും ടീം തന്നെയാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ അടി പൊട്ടുമെന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധിക്കായിട്ട് ഒരുപാട് സമയം എടുത്തു. കാരണം അനീഷേട്ടനെ അറിയാലോ, അനീഷേട്ടൻ ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല. അനീഷേട്ടന്റെ ടീമിന് വേണം. അതാണ് അനീഷേട്ടന്റെ ഒരു പോയിന്റ്. അങ്ങനെയാണ് പുള്ളി എവിടെ കളിക്കുന്നോ അവിടെ ജയിക്കണം, ആ ഒരു മൂടാ പുള്ളിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ ലൈവിൽ തന്നെ ഇങ്ങനെ കമന്റ് ചെയ്യാൻ കണ്ടു. ഈ അനീഷിന്റെയൊക്കെ ആ ഒരു അത്തപ്പൂക്കളമാണ്, അടിപൊളി അത്തപ്പൂക്കളം എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ട് കണ്ടേ. പക്ഷേ ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കാം. അതായത് ജിസൈലിന്റെയും നമ്മുടെ ശൈത്യയുടെയൊക്കെ ആ ഒരു ഗ്രൂപ്പ് അവരുടെ ആ ഒരു ടീം ഇട്ട് ഒരു അത്തപ്പൂക്കളമുണ്ട്. എനിക്ക് ഈ അത്തപ്പൂവിനെ പറ്റി അത്ര വലിയ അറിവുകളൊന്നുമില്ല. പക്ഷെ ആ അത്തപ്പൂ അവരുടെ കണ്ടപ്പോഴത്തെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നി. കണ്ടപ്പോൾ ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് നല്ലൊരു അത്തപ്പൂക്കളമായിട്ട് തോന്നി. ബാക്കി പിന്നെ നമ്മുടെ ഷാനവാസിന്റെ ഒക്കെ വളരെ ചെറിയൊരു അത്തപ്പൂക്കളമായിരുന്നു. അതിനെക്കാട്ടിലും കൊള്ളാം നമ്മുടെ അനീഷിന്റെയൊക്കെ. പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇതെന്റെ പേഴ്സണൽ മാത്രം അഭിപ്രായമാണ്, എനിക്ക് നമ്മുടെ ജിസൈൽ, ആര്യൻ, ശൈത്യ, അപ്പാനി അവരിട്ട അത്തപ്പൂക്കളം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോ ഞാനിവിടെ കാണിച്ചേക്കാം. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവസാനം രേണു, ശൈത്യ 3 ജഡ്ജസ്, വിധികർത്താക്കളാണല്ലോ. അതിനകത്ത് 2 പേരും ഈ ഒരു അപ്പാനിയുടെയൊക്കെ ടീമിന് തന്നെ കൊടുത്തപ്പോഴത്തേക്ക് അവരാണ് വിന്നർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനീഷിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവര് വിന്നർമാര് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് രേണു അവിടെ പറയുന്നത് കേട്ടോ. രേണുവിന് വയ്യ. ഈ കഴിഞ്ഞ ദിവസം രേണു പറയുന്നത് കേട്ടു, ഈ ആഴ്ച ലാലേട്ടൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ പറയും. ഇന്ന് രേണു പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് ഗെയിമിനെക്കാട്ടിലും ഒക്കെ മുഖ്യം എനിക്ക് ഭക്ഷണമാണ്, കറക്റ്റ് സമയത്ത് ഭക്ഷണം തരൂ എന്നൊക്കെ നിന്ന് രേണു പറയുന്നത് കണ്ടു. അപ്പൊ രേണു ഈ ആഴ്ച പുറത്തേക്ക് ഇനി വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം രേണുവിന് വയ്യ. ഒരു ടാസ്കും രേണുവിന് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും മേലനങ്ങി ഒരു പണി രേണുവിന് അവിടെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രേണുവിന് കണ്ടന്റ് ഇല്ലാത്തത്, രേണുവിനെ നമ്മൾ അങ്ങനെ കാണാത്തത്. ഇന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നമ്മൾ കാണിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. പക്ഷെ വേറൊരു ക്യാമറയിൽ ഇങ്ങനെ രേണു പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് രേണു ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് കിച്ചുമോനെ ഓണാശംസകൾ, റിതപ്പ ഓണാശംസകൾ, ചേച്ചി, ചേട്ട, അനുമോളും നൂറയും മറ്റേ അവരും ഒക്കെ ചെന്നിരുന്ന് ഇത് പറയുന്നുണ്ട്. മിക്ക ആളുകളും ക്യാമറ നോക്കി പറയുന്നുണ്ട്. പക്ഷേ രേണുവിന് ഇത് മാത്രമേ ഉള്ളടേ, വേറെ ഒന്നും ഇല്ല. അവരെ കൊണ്ട് പറ്റത്തില്ല അവിടെ. എന്തിനാ ഇങ്ങനെ പറ്റാത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നത്? പോരുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളായിട്ട് രേണു മിക്കവാറും പുറത്തു പോകും. പിന്നെ എനിക്ക് തോന്നുന്നത് ശൈത്യമോ ആര്യനോ ഒക്കെ ആയിരിക്കും. ആര്യൻ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ശൈത്യയെക്കാട്ടിലും രേണുവിനെക്കാട്ടിലും വോട്ട് കുറവായിരിക്കും ആര്യന്. പക്ഷെ ആര്യനെ ചിലപ്പോൾ പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ട്. കാരണം കോണ്ടന്റ് ഉണ്ട്.
എന്ത് വൃത്തികേടാണ് അവൻ കാണിക്കുന്നതെങ്കിലും അത് കോണ്ടന്റ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ നിർത്താനുള്ള സാധ്യത കുറച്ചും കൂടെ കാണുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു അത്തപ്പൂക്കള മത്സരത്തിന് നമ്മുടെ തെക്കേടത്താണ് ജയിച്ചത്. അതായത് അപ്പാനി ജിസയിൽ അവർ ജയിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. ഇനിയും പുറകെ അടുത്ത ഓരോ ഗെയിമുകളൊക്കെ ബിഗ് ബോസ് ഇതുപോലുള്ള വടംവലിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. അപ്പൊ എന്താണെങ്കിലും ഈ 3 ടീമിലെ തന്നെ ആളുകളെയാണ് വിധികർത്താക്കളാക്കി നിർത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഓണത്തല്ല് നമുക്കിന്ന് കാണാൻ സാധിക്കും. ഒരു പരിധി വിട്ട തല്ല് വേറെ അങ്ങോട്ടും പോയിരുന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഗംഭീരമായിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് മറ്റേ കുറ്റവും കുറവൊന്നും ഇന്ന് പറയാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം ഓണവും കൂടെയാണ്. അവർ നല്ല രീതിയിൽ അവിടെ ഹാപ്പി ആയിട്ട് ഗെയിമൊക്കെ കളിച്ച് അങ്ങോട്ട് ചിൽബില്ലായിട്ടിരിക്കട്ടെ. നിങ്ങളും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് അങ്ങോട്ട് ചില്ലായിട്ട് നല്ല സദ്യയൊക്കെ കുടിച്ച് പായസമൊക്കെ കുടിച്ച് സുഖമായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി അങ്ങോട്ട് ചില്ല് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും stay tuned and stay weird.